ഇന്നുണ്ടല്ല ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ ഞാൻ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ തോട്ടത്തിലേക്ക് ഇറങ്ങാറ്. കാരണം ഇതാന്ന് ഭയങ്കര വെയിലൊക്കെയാണല്ലോ ഇപ്പോൾ, അതുകൊണ്ട് എല്ലാ ദിവസവും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ കുറച്ച് വളമൊക്കെ ചെയ്ത് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ അവിടെ ഒരു ആത്തച്ചക്ക കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് പഴുത്തിട്ടുണ്ടാന്ന് നോക്കാമെന്ന് ഓർത്ത് ചെന്നതാണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് അതൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാം. ആദ്യമായിട്ട് ഉണ്ടായതല്ലേ, നല്ല മധുരം ഇല്ലേ എന്നൊക്കെ നോക്കാമല്ല. നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ വാടിയതൊക്കെയല്ലേ കിട്ടണത്. ഇതിപ്പോൾ നമ്മുടെ തോട്ടത്തിലുണ്ടായപ്പോൾ നല്ലതായിരിക്കുമോ എന്നുള്ളൊരു സന്തോഷമൊക്കെ കൊണ്ട് ചിരി വന്നിട്ട് എനിക്ക്. പിന്നെ ഉണ്ടല്ല നമ്മുടെ നെല്ലിക്ക മരം ഉണ്ട് കേട്ടോ, അത് ഭയങ്കര പൊക്കമാണ്. ഇപ്പം താഴത്തെ ഒരു 2-3 ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനത് പറിച്ചൊക്കെ എടുത്തതാണ്. മുകളിൽ ഒത്തിരി പൊക്കോ കാരണം പറിച്ചാൽ ഷീറ്റൊക്കെ ഇട്ടേക്കണോണ്ട് അതിൻ്റെ പൊക്കത്തൊക്കെ വീഴും, എടുക്കാനൊക്കെ ഇത്തിരി പണിയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നാ നെല്ലിക്കയുടെ അടുത്ത് തന്നെയായിട്ട് ഞാനൊരു ചെറിയ നമ്മുടെ കോവലിൻ്റെ തണ്ട് നട്ടിച്ചിട്ടാ. അതിലൊത്തിരി കോവക്കയൊക്കെ ഉണ്ടായപ്പോൾ ഞാനത് കറിയൊക്കെ വെച്ചായിരുന്നേ. പിന്നെയും ഉണ്ടാവണുണ്ട്. ഈ വേനലൊക്കെ ആകുമ്പോൾ ഒത്തിരിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നിർത്തിയേക്കണേനെ. ഇതുണ്ടല്ല, ഇത് നമ്മുടെ പേരക്ക തൈയാണ്. ഇത് മൂന്നാർ പോയപ്പോൾ ചേട്ടൻ മേടിച്ചിട്ട് വന്നാണ്. വളരെ ചെറുതായിരുന്നു കേട്ടോ. ഇപ്പോൾ നട്ടപ്പോൾ അത്യാവശ്യം പൊക്കമൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അത് വലിയ പേരക്കയെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതുണ്ടല്ല മാങ്കോസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ 300 രൂപ കൊടുത്തൊക്കെ മേടിച്ചതാണ്. ഇത് നട്ടിട്ട് ഒരു 14 വർഷമൊക്കെ ആയി. ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് കേട്ടോ. ആദ്യം ഒന്നും ഇത് ഉണ്ടാകാണ്ടൊക്കെ നിന്നപ്പോൾ ഞാനൊരു ആനയൊക്കെ അടിച്ച് അതേപോലെ ചവറൊക്കെ ഇട്ട് കൊടുത്ത്. ഇത് വണ്ണം വെക്കാനൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ചവറും ചാണാനൊക്കെ ഇട്ട് കൊടുത്തപ്പോഴാണ് അതൊന്ന് പുഷ്ടിമപ്പെട്ടത് കേട്ടോ. പിന്നെ ഉണ്ടല്ല, ഇത് നമ്മുടെ ഈ ജാതിക്കയാണ്. ഇതൊരു 7 വർഷമൊക്കെ ആയി ജാതിക്ക നട്ടിട്ടാ. ഇപ്പോൾ അതിൽ ആദ്യമായിട്ടൊരു 10 ഉണ്ടായിട്ടാ. അത് പൊട്ടിയിട്ട് വേണം അത് പറിക്കാനായിട്ട്. നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ പൊട്ടി ഇങ്ങനെ കിടന്ന് കാണാനൊക്കെ കേട്ടോ. അപ്പം ഉണ്ടല്ലോ, ഇതൊരു ചാമ്പൊക്കെയാണ്. ഇത് നമ്മുടെ ഒരു കസിൻ തന്നതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുരു ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞ് തന്നത്. അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ച് നോക്കിയതാണ്. കുരു ഒന്നുമില്ല. വശകേടിന് ഒരെണ്ണമൊക്കെ വല്ലയിലെങ്ങാലും ഉണ്ടെങ്കിലേ ഇല്ലെന്ന് പറഞ്ഞായിരുന്നേ. പിന്നെ ഉണ്ടല്ല, ഇത് വേറൊരു ജാതി തൈയാണ്. ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് പോയപ്പോൾ ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. അതിൽ ആദ്യമായിട്ടുണ്ടായപ്പോൾ ഒരു 3 ഉണ്ടായി, ഇപ്പോൾ ഒരു 5-6 ഉണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ടല്ല, ഇതിൻ്റെ കുരു ഈ നമ്മുടെ കപ്പങ്ങയില്ലേ, കപ്പങ്ങയുടെ കുരു ചെടിച്ചട്ടിയിൽ നട്ടതാണ്. അത് ഞാൻ പറിച്ചുകൊണ്ടുവന്ന് നട്ടതാണ് അവിടെ. അപ്പോൾ ഒരു കപ്പങ്ങയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞ് കപ്പങ്ങ തൈയാണ് കേട്ടോ. ഇത് മോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അമ്മ പറഞ്ഞു ഇത് പൊക്കം വെക്കൂല, നല്ല ഭംഗിയാണ്, അതിനകത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന് നട്ടതാണ്. ഈ മരങ്ങളുടെ ഇടയിലൊക്കെ ചുറ്റും ചോലകളായതുകൊണ്ട് വെയിലുള്ള സ്ഥലം നോക്കി നടന്നിട്ടാണ് ഞാൻ അവിടെ കൊണ്ട് നട്ടത്. അപ്പം ഉണ്ടല്ല, നമ്മുടെ ഈ ചിങ്ങൻകൊല ഉണ്ടല്ല, അത് എല്ലാവരും പറയും ഇതിൻ്റെ കുടപ്പനൊന്നും എടുക്കണ്ട, കയ്പ്പാണ്, പിണ്ടി കളയണമെന്നൊക്കെ പറഞ്ഞേ. ഞാനപ്പോൾ ഒരു ദിവസം അരിഞ്ഞത് കറി വെച്ച് നോക്കിയപ്പോൾ കയ്പൂല ഒന്നുമില്ല. വളരെ നല്ലതാണ് കേട്ടോ. ആരും ഒന്നും കളയേണ്ട, പിണ്ടിയും കുടപ്പനൊക്കെ ഉപയോഗിക്കുക കേട്ടോ. അയ്യോ, ഞാൻ മുകളിൽ തുണി ഇട്ടിട്ടുണ്ടായി, അത് എടുക്കാൻ മറന്നുപോയി. ഇതുണ്ടല്ല, ഇത് നമ്മുടെ ചവറൊക്കെയാണ് കേട്ടോ. ഒത്തിരി ചവറുകൾ ഞാൻ വാരി വെച്ചേക്കണേന്. ഇത് മരമില്ലേ, വണ്ണം വെക്കാണ്ടൊക്കെ നിൽക്കണ മരത്തിനൊക്കെ ഈ ചവറൊക്കെ ഇട്ട് കൊടുത്തിട്ടും കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇത്തിരി മണ്ണൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മരമൊക്കെ നല്ല രീതിയിൽ വണ്ണമൊക്കെ വെച്ച് വേഗം തന്നെ കായ് പിടുത്തമൊക്കെ തുടങ്ങാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഒത്തിരി വളങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ ചെയ്യാറ്. നമ്മുടെ ഈ കാച്ചിലാണ്, കാച്ചിലിൻ്റെ വിത്ത് കാച്ചൊക്കെയാണ് കേട്ടോ. ഇത് ഒത്തിരി ഇങ്ങനെ വീണൊക്കെ കിടക്കുമ്പോൾ ഞാൻ കുക്കറിലൊക്കെ അത് വേവിച്ചെടുക്കും കേട്ടോ. ഒരു ദിവസം ഓറഞ്ച് മേടിച്ചപ്പോൾ അതിൻ്റെ കുരു കൊണ്ടുപോയിട്ട് ഞാൻ ഈ ചട്ടി കൊണ്ട് കുഴിച്ചിട്ടാണ്. അതേപോലെ കാന്താരിയൊക്കെ പാകി നട്ടുപിടിപ്പിച്ചതാണ്. ഒത്തിരി കാന്താരി തൈകളൊക്കെ ഉണ്ടായി. ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ വയ്യാതെയൊക്കെ ഇരുന്നതിൻ്റെ പേരിൽ ഞാനിത് ശരിയായിട്ടൊന്നും നോക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ അതൊക്കെ ഒരു മുരടിച്ച പോലെയൊക്കെ നിൽക്കണേനെ. ഒത്തിരി മുളകുണ്ടായ തൈയാണ്. ഇനി ഇതിനൊന്ന് പാകത്തിനൊന്ന് പുഷ്ടിമപ്പെടുത്തി എടുക്കണം. നല്ലതായിട്ട് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ നല്ലതാണല്ലോ ഒരു ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ. അതേപോലെ തന്നെ അടക്കയൊക്കെ അടക്കാമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ ഒത്തിരി അടക്കയൊക്കെ ഉണ്ട്, നല്ല വലിയ അടക്കയൊക്കെയാണ് കേട്ടോ.
അതിങ്ങനെ ഉണക്കിയൊക്കെ ഒരു 40 ദിവസം ഉണങ്ങി എന്നാൽ നമുക്കിത് പറിച്ചെടുക്കാം. അതിൻ്റെ ഉള്ളിൽ കാമ്പ് നമുക്ക് എടുക്കാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞിട്ട് അങ്ങനെ വെയിലത്തിട്ട് ഉണക്കിയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഏറ്റവും നല്ലൊരു പ്ലാവാണ് കേട്ടോ. 5-6 പ്ലാവുണ്ട് ഇവിടെ. പക്ഷേ ഈ പ്ലാവ് ഭയങ്കര ടേസ്റ്റാണ്. ഈ ചക്ക ആര് വന്നും പിന്നെയും ചോദിക്കും ചക്കയുണ്ടോ എന്ന്. അപ്പോൾ ഉണ്ടല്ലേ, ഇത് നമ്മുടെ ചിങ്ങം വാഴയാണ് കേട്ടോ. അത് വലിയ കൊലകളൊക്കെ ഉണ്ടായതെല്ലാം വെട്ടിയൊക്കെ എടുത്തായിരുന്നേ. പിന്നെ അതിൻ്റെ ചെറിയ തൈകളൊക്കെ വന്ന് നിൽക്കണേണ്. അത് നമ്മളിങ്ങനെ പറിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വലിയ കൊലയൊക്കെ അതിൽ നിന്നും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ ചൊറിയൻ ചേമ്പാണ് കേട്ടോ. ചൊറിയൻ ചേമ്പ് വാങ്ങണമെങ്കിലും അതൊന്ന് തിളപ്പിച്ച് ആ വെള്ളം കളഞ്ഞെടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഉണ്ടല്ലോ, ഇത് ചിങ്ങംകൊലയുടെ ഒരു കുടപ്പനാണ് കേട്ടോ. ഇത് കഴിക്കുമെന്നൊക്കെ എല്ലാവരും പറഞ്ഞ് എങ്ങനെ കളയുമായിരുന്നു. പക്ഷേ ഇതൊരു കയ്പൊന്നുമില്ല കേട്ടോ. എല്ലാ കുടപ്പനും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ലതാണ്. ഞാൻ വെച്ചൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ തോട്ടത്തിലെ ആത്തച്ചക്ക നല്ലപോലെ പഴുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ചക്കകളൊക്കെ ഭംഗിയുണ്ടാവും, പക്ഷെ കഴിക്കുമ്പോൾ വാട്ടയായിരിക്കുമല്ലോ. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഇത് കൊള്ളാട്ടോ. നല്ല മധുരമൊക്കെ ഉണ്ട്. ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റും ഉണ്ട്. നല്ല വലിയ ചക്കയും നല്ല കഴമ്പും ഉണ്ട് കേട്ടോ. ഇത് ഒരെണ്ണം കഴിച്ചാൽ ഏതായാലും വയറ് നല്ലപോലെ നിറഞ്ഞോളും.